ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജിലേബി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ജിലേബി വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. 1.5 കപ്പ് മൈദയിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു അല്പം ഉപ്പ്, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. ഈ തൈരിന് പകരം നമുക്ക് തലേന്നത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിവിടെ തൈരാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ എത്രയാണ് വെള്ളമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓരോന്നിങ്ങനെ കലക്കി നോക്കിയിട്ട് അതിനനുസരിച്ച് മാവിന് പാകാവുന്ന അത്രയും നമ്മൾ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. പച്ചവെള്ളമാണ് ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനത് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി ലൂസായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് ഞാനത് ടൈറ്റാക്കി, കുറച്ചും കൂടെ ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കുറച്ച് സമയം, അധിക സമയം വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കാൻ വന്ന പഞ്ചസാര പാനിയാണ്. അപ്പോൾ അത് റെഡിയാക്കുന്ന ഒരു സമയം മാത്രം നമ്മളിതൊന്ന് അടച്ച് മാറ്റി വെക്കുക. അധിക സമയം വെക്കേണ്ട. നമ്മളതിൽ തൈരും സോഡാപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെക്കേണ്ട. ഇനി ഇതിനുള്ള പഞ്ചസാര പാനി നമുക്ക് റെഡിയാക്കാം. അതിനായി 2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി ഒട്ടുന്ന പരുവത്തിലാവുമ്പോൾ, ഒരു ചെറിയ നൂൽ പരുവത്തിലോട്ട് എത്തുന്ന ആ സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ തൊടുമ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കത് നൂൽ പരുവത്തിലേക്ക് എത്തും വേണ്ട, എന്നാൽ ഒട്ടുന്ന അതിലേക്ക് എത്താനാകുന്ന സമയത്ത് നമ്മളിത് തൊട്ട് നോക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കായ, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്. ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാവ് കളറ് ചേർക്കാനുണ്ട്. 3 കളറിൽ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് മാവിൻ്റെ കൂടെ കളറ് ചേർത്തിട്ടില്ല. നമ്മൾ 3 പാത്രത്തിലെടുത്ത് 3 പാത്രത്തിൽ 3 കളറ് ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ 3 പാത്രത്തിലേക്ക് ഞാൻ മാവ് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നിലും ഓരോ കളറാണ് ചേർക്കുന്നത്. ഒന്നിൽ പച്ച, ഒന്നിൽ മഞ്ഞ, ഒന്നിൽ ഓറഞ്ച്, അങ്ങനെ 3 കളറാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇത് ഓരോ കളറും ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ജിലേബി ഉണ്ടാക്കാനുള്ള ബോട്ടിൽ കിട്ടും, അതിനകത്ത് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാ പെപ്സി, കോള ഒക്കെ ഉള്ള കുപ്പികളുടെ ചെറിയ കുപ്പിയിൽ ഹോളിട്ടിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് അങ്ങനെയും ചെയ്യാം. ജിലേബിൻ്റെ സൈസിലുള്ള ഹോളിട്ടിട്ട് നമ്മൾ ഈ മാവ് ബോട്ടിലിനകത്ത് ഒഴിച്ചു കൊടുത്ത് പ്രസ് ചെയ്താലും മതി. അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒഴിച്ച് താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓരോ കളർ ഞാനിപ്പോൾ ഓരോ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കുറച്ച് വലുപ്പത്തിൽ നമ്മൾ ജിലേബിൻ്റെയൊക്കെ ഒരു സൈസ് ഉണ്ടല്ലോ, ആ ഒരു വണ്ണത്തിൽ നമ്മളിതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ പൈപ്പിംഗ് ബാഗിൽ നിറച്ച മാവ് നമുക്കിത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ജിലേബി ചുറ്റിക്കുന്നത് പോലെ എണ്ണയിലോട്ട് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കളറ് മാറാതെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. കുറേ നേരം വേവേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറേ നേരം എണ്ണയിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോകും. ഇങ്ങനെ പൊരിച്ചെടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഞ്ചസാര പാനിയിലൊക്കെ ഇട്ട് കൊടുക്കണം. അതിനകത്ത് ഏകദേശം ഒരു 20 സെക്കൻഡോളം നമ്മൾ ആ പഞ്ചസാര പാനിയിൽ അത് ഇട്ട് വെക്കണം. 2 സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കുറേ സമയം നമുക്കിത് പഞ്ചസാര പാനിയിൽ ഇട്ട് വെക്കണ്ട. ഒന്ന് ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇതുപോലെ നമ്മൾ ഓരോ കളറും ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ പൊരിച്ച് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 കളറിലുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, പല കളറിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ജിലേബി. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പണിയാണെന്ന് വിചാരിക്കും. പക്ഷേ
നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.